സുഹൃത്തേ, പലപ്പോഴും പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കോൺഫിഡൻസ് ഇല്ലായ്മ. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ജീവിതത്തിൽ ഏത് മേഖലയിലും ശോഭിക്കാൻ സാധിക്കൂ. ചെറുപ്പകാലത്ത് 8-9 വയസ്സിനു മുമ്പ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവനിൽ ഇത്തരം മാനസിക വിഷമതകൾ ഉടലെടുക്കുന്നത്. മാതാപിതാക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ലഭിക്കുന്ന നിരുത്സാഹജനകമായ വാക്കുകളും പ്രവൃത്തികളും ഉറച്ച പരാജയബോധം ആ വ്യക്തിയിൽ വ്യക്തമാകാൻ ഇടയാകുന്നു. സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ അനുവദിക്കാത്ത മാതാപിതാക്കൾ, അമിതമായ ലാളന, ഒരാളോട് ഇടപെടുമ്പോൾ പോലും മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരിക, ഇതൊക്കെ തന്നെ അവനിൽ ആത്മവിശ്വാസം ഇല്ലാതെയാക്കുവാൻ കാരണമാകുന്നു. എക്സാമ്പിളായി, നിങ്ങൾ ഒരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു എന്ന് കരുതുക. നിങ്ങൾ റോഡിലേക്ക് നടന്ന് എത്തുന്നതിന് മുമ്പ് തന്നെ ബസ് വരുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഈ സാഹചര്യത്തിൽ താങ്കൾ എന്തായിരിക്കും ചെയ്യുക? ഒന്നുകിൽ വേഗത്തിൽ നടക്കുകയോ ഓടുകയോ ചെയ്ത് ബസ്സിൽ കയറുന്നു. ഈ സമയം താങ്കളുടെ മനസ്സ് ശരീരത്തിന് ഒരു നിർദ്ദേശം നൽകുകയാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിലോ, ബസ്സിന് വേണ്ടി ഓടിയാലും ബസ് കിട്ടുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ആക്ഷൻ എടുക്കാതെയിരിക്കുകയും ചെയ്യുന്നു. ഇത് ആത്മവിശ്വാസം ഇല്ലായ്മയ്ക്ക് മികച്ച ഉദാഹരണമാണ്. ഇവിടെ ചിന്തകൾ നിങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലരിൽ ചെറുപ്പകാലം മുതൽക്കേ അവരുടെ ഉള്ളിൽ തന്നെ ആത്മവിശ്വാസം കുടികൊള്ളുന്നുണ്ടാകും. എന്നാൽ ഓപ്പോസിറ്റുള്ളവർക്ക് ആത്മവിശ്വാസമില്ലായ്മ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിരിക്കും. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അകാരണമായ ഭയം, ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പല സാഹചര്യങ്ങളിലും നോ പറയേണ്ട സ്ഥാനത്ത് പറയാതിരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാതിരിക്കുക എന്നിവയെല്ലാം ആത്മവിശ്വാസമില്ലായ്മയുടെ ലക്ഷണങ്ങളാണ്. ഇനി നമുക്ക് എങ്ങനെ ആത്മവിശ്വാസം നേടാമെന്ന് പരിശോധിക്കാം. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതിനുള്ള ഉത്തരം അല്ല എന്നതാണ്. നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ നമുക്ക് വളർത്തിയെടുക്കാം. സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് ആത്മവിശ്വാസം. നാം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് വിചാരിക്കണം. അത് എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ. സാധാരണയായി ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരിക്കാം ഇതുവരെ. എന്നാൽ ഇന്നു മുതൽ ഇങ്ങനെയൊരു അവസരം കിട്ടിയാൽ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയും എന്ന വിശ്വാസത്തോടു കൂടി മുന്നോട്ട് നീങ്ങുക. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല എന്ന് വരാം. താമസിയാതെ നിങ്ങളുടെ പ്രവൃത്തികൾ വിജയം കണ്ടു തുടങ്ങും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ പോലും അറിയാതെ വർദ്ധിക്കും. പലപ്പോഴും ഞാൻ പരാജയപ്പെടുമെന്ന രീതിയിലും മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്നും വിചാരിച്ചാണോ നിങ്ങൾ ഒന്നും ചെയ്യാതെ പുറകോട്ട് വലിയുന്നത്? ഈ ഒരു സാഹചര്യത്തെ എതിർത്ത് തോൽപ്പിക്കുക എന്നതാണ് ആദ്യത്തെ പടി. നിങ്ങൾ പേടിക്കുന്ന ഏതൊരു കാര്യവുമാകട്ടെ, ഉദാഹരണമായി സ്റ്റേജ് ഫിയർ ഉള്ള വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ സംസാരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നാം ഒരു നിർദ്ദേശം നൽകുകയാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, അസാധ്യമായി ഒന്നുമില്ല എന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ഒരു വാചകം, അസാധ്യമായി ഒന്നുമില്ല എന്നത് ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സിൽ കടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആത്മധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതായി കാണാം. എങ്ങനെ ഇതിനെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കടത്തിവിടാമെന്ന് നോക്കാം. ദിവസവും അതിരാവിലെ ഉണരുമ്പോൾ മനസ്സിൽ ആവർത്തിച്ച് പറയുക, ശ്രമിച്ചാൽ അസാധ്യമായി ഒന്നും എനിക്കില്ല. 5 പ്രാവശ്യം അരമിനിറ്റ് ഇടവിട്ട് ആഴത്തിൽ ശക്തമായി ചിന്തിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അടുത്തതായി, അതിരാവിലെ ഉണരുക. നിവർന്നിരുന്ന് ശ്വാസം ഉള്ളിലേക്ക് സാവധാനം എടുക്കുക. അതോടൊപ്പം ഇങ്ങനെ ചിന്തിക്കുക, എവറി ഡേ ഇൻ എവറി ആസ്പെക്ട് ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. എല്ലാ ദിവസവും ഞാൻ ദിവസേന നന്നായി വരുന്നു. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഇതിലൂടെ
നിങ്ങളിൽ നാളിതുവരെ ഇല്ലാതിരുന്ന ആത്മവിശ്വാസം ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കും. തുടർന്നും ഇതുപോലുള്ള വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്